നമസ്തേ. സാക്ഷരതാ മിഷൻ്റെ +2 ഹിന്ദി പരീക്ഷയുടെ കുട്ടികൾക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കൾക്ക് വേണ്ടി ഏർപ്പാടാക്കിയ ഹിന്ദി ക്ലാസ്സിലെ ഒരു പാഠം, 4ാമത്തെ പാഠമായ പേട് കി പീഡ എന്ന പാഠം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഫോക്കസ് പോയിന്റിൽ ഈ വരുന്ന മെയ് 3-ാം തീയതി മുതൽ നടക്കുന്ന പരീക്ഷയിൽ ഈ പാഠത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഈ പാഠത്തിലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പേട് കി പീഡ എന്ന് പറയുന്നത് ഒരു കഹാനിയാണ്, കഥയാണ്. എഴുത്തുകാരൻ വന്നിട്ട് ഡോക്ടർ കൻഹയ്യലാൽ മിശ്ര പ്രഭാകർ ആണ്. എന്താണ് പേട് കി പീഡ? മരത്തിൻ്റെ വേദന എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് മരത്തിൻ്റെ വേദന? ഇവിടെ കൻഹയ്യലാൽ മിശ്ര പ്രഭാകർ മനുഷ്യനിൽ ഉള്ള അതേ സ്വഭാവ വിശേഷങ്ങൾ തന്നെ മരങ്ങളിലും ആരോപിക്കുകയാണ്. മനുഷ്യന് ഉണ്ടാകുന്ന വേദനയും മനുഷ്യനുണ്ടാകുന്ന സന്തോഷവും അല്ലെങ്കിൽ മനുഷ്യനുണ്ടാകുന്ന വികാരങ്ങളെല്ലാം തന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാകുമെന്നതുപോലെ മരങ്ങളിലും ആരോപിക്കപ്പെടുന്നു. ചെറിയൊരു കഥയാണ്. മനുഷ്യനും മരവും തമ്മിലുള്ള ഒരു സംഭാഷണ രൂപേണയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയിൽ പേട് കി പീഡ എന്ന പാഠത്തിൽ നിന്ന് ഒരു കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാർത്താലാപ് തയ്യാർ കരയും എന്ന് പറഞ്ഞുള്ള ചോദ്യം, 8 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ഡയറിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഡയറി എഴുതാനുള്ള ഇത് നിങ്ങൾക്കറിയാം, നേരത്തെയുള്ള പാഠങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ഡയറി എഴുതാൻ ആവശ്യമുള്ള തീം, കണ്ടന്റ് ഈ പാഠത്തിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ. അത് പാഠം വായിച്ചിരിക്കണം. പേട് കി പീഡ എന്ന് പറയുന്നത് പാഠഭാഗം 26 മുതൽ 30-33 വരെ ഉള്ള ആണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ലേഖകൻ എന്ന് പരിചയപ്പെടാം. ലേഖക് പരിചയം, പ്രൊഫൈൽ. പരീക്ഷയ്ക്ക് 5 മാർക്കിൻ്റെ ചോദ്യമാണ്. പ്രൊഫൈൽ തയ്യാർ കരയും. ഒരു ലേഖകൻ്റെ ബയോഡാറ്റ തന്നിട്ട് ആ ബയോഡാറ്റയിൽ നിന്ന് പാരഗ്രാഫ് ആക്കി എഴുതാനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ അതിനുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കാണും, ജനനസ്ഥലം കാണും, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കാണും, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കാണും. ഇതെല്ലാം ചേർത്ത് ഓരോന്നും വലുതാക്കി സെൻറ്റൻസ് മേക്കിങ്ങിൽ എഴുതി ഒരു പാരഗ്രാഫ് ആക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം. അപ്പോൾ അങ്ങനെ പാരഗ്രാഫായിട്ട് എഴുതേണ്ടി വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഭാഷ ഉണ്ടായിരിക്കണം, വായിച്ചിരിക്കണം ടെക്സ്റ്റ്. നോക്കാം. श्री कन्हैयालाल मिश्र का जन्म 29 मई 1906 को उत्तर प्रदेश के सहारनपुर जिले के देवगढ़ गांव में हुआ था। देवबंद गांव में हुआ था। साहित्य और पत्रकारिता के क्षेत्र में भी मशहूर थे। कवि, निबंधकार, रिपोर्टेज लेखक, लघुकथा लेखक, संस्मरण लेखक, पत्रकार और जीवनी लेखक के रूप में भी विख्यात है। उन्होंने विकास, ज्ञानोदय और नया जीवन आदि पत्रिकाओं का संपादन किया। सन 1990 में आप पद्मश्री पुरस्कार से सम्मानित हुए। 9 मई 1995 को उनका निधन हुआ। आपकी प्रसिद्ध कृतियों में भूले हुए चेहरे, रेखाचित्र, दीप जले, शंख बजे, संस्मरण और क्षण बोले, कथा मुस्काए, रिपोर्टेज उल्लेखनीय है. ഞാൻ എന്തിനാ ഇത്ര സ്പീഡിൽ വായിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് CE മാർക്ക് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. 20 മാർക്ക് CEയും 80 മാർക്ക് റിട്ടേൺ എക്സാമിനേഷനുമാണ്. അപ്പോൾ ഹിന്ദി നന്നായിട്ട് വായിച്ച് ഹിന്ദിയിൽ മാർക്ക് കരസ്ഥമാക്കണമെങ്കിൽ നല്ല രീതിയിൽ ഹിന്ദി വായിക്കാനും പഠിക്കണം, എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിക്കണം. അതിനനുസരിച്ചാണ് മാർക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ മലയാളത്തിൽ കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, പരീക്ഷാ പ്രയോജനമുള്ളതല്ല. ശ്രീ കൻഹയ്യാൽ മിശ്രിൻ്റെ ജന്മം 1906 മെയ് 29-ാം തീയതി ഉത്തർപ്രദേശിലെ സഹാറൻപൂർ ജില്ലയിലെ ദേവബന്ദ് എന്ന ഗ്രാമത്തിലാണ് നടന്നത്. സാഹിത്യവും പത്രകാരിത എന്ന് പറഞ്ഞാൽ ജേർണലിസം, പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. കവിയായിട്ടും നിബന്ധകാരായിട്ടും ഗദ്യകാരനായിട്ടും ജേർണലിസത്തിലും പത്രപ്രവർത്തനത്തിലും അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. കവി, നിബന്ധകാർ, റിപ്പോർട്ടേജ് ലേഖകൻ, റിപ്പോർട്ടേജ് പത്രങ്ങൾക്കുള്ള റിപ്പോർട്ട് നൽകുന്ന ലേഖകനായിട്ടും, ലഘുകഥ ഷോർട്ട് സ്റ്റോറി റൈറ്ററായിട്ടും, സംസ്മരണ ഓർമ്മക്കുറിപ്പ് ലേഖകനായിട്ടും, പത്രകാർ ഓർ ജീവനി ജേർണലിസ്റ്റായിട്ടും, ജീവചരിത്ര ലേഖകനായിട്ടും ഒക്കെ അദ്ദേഹം പ്രസിദ്ധമാണ്.
അദ്ദേഹം വികാസ്, ജ്ഞാനോദയ और നയാജീവൻ, പുതുജീവിതം തുടങ്ങിയ പത്രികകളിലെല്ലാം എഡിറ്ററും ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. 1990 അദ്ദേഹം പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 95 മെയ് 9 അദ്ദേഹം മരിച്ചു, അല്ലെങ്കിൽ ദിവംഗതനായി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതികളാണ് ഭൂലെ ഹുയെ ചേഹരെ എന്ന് പറയുന്ന രേഖാചിത്രവും, ദീപ് ജലെ ശംഖുബലി എന്ന ഓർമ്മക്കുറിപ്പും, ക്ഷണ പോലെ കഥാ മുസ്കാൻ, നിമിഷ നേരം കൊണ്ട് തന്നെ പാവ ചിരിച്ചു, റിപ്പോർട്ട്, ഇതെല്ലാം പ്രസിദ്ധനായ ഇതാണ്. ഇത് കാണാൻ പഠിക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങളുടെ റിപ്പോർട്ടേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ പ്രൊഫൈൽ തന്നിരിക്കും. അതിനെ സെന്റൻസ് ആയിട്ട് റീമേക്ക് ചെയ്താൽ മാത്രം മതിയാവും. അതങ്ങനെ ചെയ്യണം. അത്ര നിസ്സാര കാര്യമല്ല, ഭാഷ പഠിക്കാം. ഓക്കെ, നമുക്ക് പാഠത്തിലോട്ട് പോവാം. പേട് കി പീഡ വെച്ചാൽ വൃക്ഷത്തിന്റെ വേദന, മരത്തിന്റെ വേദന. ലേഖകൻ ആരാണ്? കൻഹയ്യലാൽ മിശ്ര പ്രഭാകർ. പ്രോക്തി ഏത് വിഭാഗത്തിൽപ്പെടുന്ന രചനയാണ്? കഥാവിഭാഗത്തിൽപ്പെടുന്ന രചനയാണ്. ഞാൻ ജസ്റ്റ് മലയാളത്തിൽ ആശയം വ്യക്തമാക്കാം. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ തന്നെ ക്വസ്റ്റ്യനും ഉണ്ട്, ആൻസറും ഉണ്ട്. ഈ പാഠഭാഗത്തിൽ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരേണ്ട കാര്യം ഇല്ല. നോക്കാം. यात्री धूप में दूर से चला आ रहा था, गर्मी में झुलसा, प्यास से अधमरा और लंबी यात्राओं का थका मांदा, जाने कैसे महसूस रास्ते पर वह आज चढ़ चला कि न कहीं कोई कुआं मिला, न छाया, न पड़ाव और न सहयात्री ही की संकट सहल होता. ഇതാണ് ഇതിന്റെ അർത്ഥം. ഒരു യാത്രക്കാരൻ നല്ല വെയിലത്ത് എവിടെ നിന്നോ ദൂരെ നിന്ന് നടന്നു വരിക. ഈ ചൂടിൽ അലഞ്ഞു തിരിഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് പകുതി മരിച്ച അവസ്ഥയിൽ വലിയ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായിട്ട് വരികയാണ്. എങ്ങനെയാണോ അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വരുമ്പോൾ ആരുമില്ലാത്ത വഴിയിൽ കൂടെ മുന്നോട്ട് നീങ്ങിയെന്ന് പോലും അറിയില്ല. അദ്ദേഹത്തിന് വഴിയിൽ ഒരു കിണറും കിട്ടിയില്ല ദാഹം തീർക്കാൻ, വിശ്രമിക്കാൻ ഒരു തണലും കിട്ടിയില്ല, ഒരു കയറ്റമോ ഒരിറക്കമോ അല്ലെങ്കിൽ ഒരു സഹയാത്രക്കാരനോ ഒന്നിനും ആരെയും കിട്ടിയില്ല. കുടിവെള്ളം പോലും കിട്ടാതെ വലഞ്ഞ് തീരെ പരവശനായിട്ടിരിക്കുകയാണ്. यात्री को लगा कि यह अब घड़ी दो घड़ी ही गिर जाएगा और आकाश में मंडराते चील गिद्ध उसे जीते जी नोच खाएंगे. യാത്രക്കാരന് തോന്നുകയാണ്, ഇത്രയും ക്ഷീണം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു മണിക്കൂർ, അരമണിക്കൂർ, ഒരു മണിക്കൂറിനുള്ളിൽ അദ്ദേഹം താഴെ വീണ് കഴിയുമ്പോൾ ക്ഷീണിച്ച് അവശനായിട്ട് മരിച്ചു വീഴുമെന്നും ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന കഴുകന്മാരും പരുന്തുകളും എല്ലാം തന്നെ കൊത്തി കീറി നുറുങ്ങി എടുക്കുമെന്ന് തോന്നുന്നു. भाई उनके मन के चारों ओर कुछ ऐसा छा गया कि चलते चलते भी उसे लगा कि वह गिर गया है और गिद्ध उसे नोच रहे हैं. ഭയം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ 4 വാർഡ് ഇത്രത്തോളം കയറിപ്പറ്റി. എത്രത്തോളം എന്ന് വെച്ചാൽ നടന്ന് അദ്ദേഹത്തിന് തോന്നി താഴെ വീഴുകയും ചെയ്തു. എന്നിട്ട് പരുന്തുകൾ തന്നെ നുറുക്കി കഷ്ണമാക്കി ചാപ്പാടാക്കുകയും ചെയ്തു. ഭയം ഇങ്ങനെ ഒക്കെ ഉസ്നെ ऊपर को मुंह उठाए, പേടിച്ച് മറിച്ച് അദ്ദേഹം മുകളിലോട്ട് നോക്കി. तो उसे सामने मोड़ पर ही एक हरा भरा विशाल वടവൃക്ഷം दिखाई दिया. അപ്പോൾ അദ്ദേഹത്തിന് അതിനോട് അടുത്ത് തന്നെ ഒരു വിശാലമായ പച്ചപ്പ് നിറഞ്ഞ ഒരു വടവൃക്ഷം, തണൽ നൽകുന്ന വൃക്ഷം ശ്രദ്ധയിൽപ്പെട്ടു. എന്തൊരാശ്വാസമായിരിക്കും പോലെ. वड़वृक्ष के नीचे घनी छाया ही न थी, शीतल जल का स्रोत भी था. ആ വടവൃക്ഷത്തിന്റെ അടുക്കൽ നല്ല തണൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, നല്ല തണുത്ത വെള്ളത്തിന്റെ സ്രോതസ്സും, കുടിവെള്ളത്തിന്റെ സ്രോതസ്സും ഒഴുകുന്നുണ്ടായിരുന്നു. പാനി പീക്ക പ്രാണമേ പ്രാണായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ വെള്ളം കുടിച്ച് തൻ്റെ പ്രാണനിൽ ഇല്ലാത്ത പ്രാണൻ, ഒരു പുതു ജീവൻ തൻ്റെ ശരീരത്തിൽ കടന്നുപോയി തോന്നും. ആ വെള്ളം കുടിച്ചപ്പോൾ ആശ്വാസത്തിന്റെ വാക്കുകളാണ് ലേഖകൻ പറയുന്നത്. और पसाकर उसने एक चपकी ली तो पैरों ने बल पकड़ा. ഒന്ന് കുടിച്ച് ഉണർന്നുകൊണ്ട് ഒരു ഉന്മേഷമൊക്കെ കിട്ടി, കാലുകൾക്കെല്ലാം ഒരു ബലം കിട്ടിയതായിട്ട് തോന്നി. സൂര്യ ഠലാവ് पर आया. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ധൂപ് ഹൽക്കി പടി. വെയില് താഴാൻ തുടങ്ങി. വഹുട്ടിക്കർ ചലനേക്കോ ഖടാ. ആശ്വാസം കിട്ടിയപ്പോൾ നടന്നു പോകാനും കിട്ടി. പേരുക്കോ ധപ്തപ്പാക്കർ ഉസ്നെ കഹ. ധപ്തപ്പാക്ക എന്ന് പറഞ്ഞാൽ വെല്ലൻ, മരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ മരത്തിനോട് പറഞ്ഞു, തുമാരി കൃപാകാരൻ മുझ पर ആജന്മ രഹേഗാ. അല്ലയോ വൃക്ഷമേ, നീ ഇന്ന് എന്നോട് ചെയ്ത പരോപകാരം അല്ലെങ്കിൽ കടം എന്നിൽ
മരണം വരെയും എൻ്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ഉണ്ടാവും. സച്ച്മുച്ച് ആജ് തുമാരി ഗോദ് ന മിൽത്തി തോ മേരി ജീവിത് ന രഹ സക്താ. സത്യത്തില് നിന്റെ തണല്, നിന്റെ മടിത്തട്ട് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അല്ലെങ്കിൽ ഞാനിത് ജീവിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം നിന്റെ ഈ തണല്, നിന്റെ താഴെ കൂടെ ഒഴുകുന്ന ജലസ്രോതസ് കാരണമാണ് എനിക്കിപ്പോൾ ജീവനോട് നിൽക്കാൻ പറ്റുന്നത്. നന്ദിയോടെ സ്മരിച്ചു. അപ്പൊ പേടിനേക്കാ പേട് മരം എങ്ങനെ സംസാരിച്ചു എന്നൊന്നും ചോദിക്കട്ടെ, കഥയിൽ ചോദ്യമൊന്നുമില്ല. ഇത് ലേഖകന്റെ ആശയം ഒരു മരത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പൊ പേടിനേക്കാ മരം പറയാണ്, ടീക്കേ മേമി തുമേ പാക്കർ ജീവ്ഠാഹും. ശരിയാണ് നീ പറഞ്ഞത്, ഞാനും നിന്നെ കിട്ടിയിട്ട് എന്നിലും ജീവൻ, പുതു ജീവൻ ഉദിച്ചു. धूप और थकान से तुम्हारी जो गति हो रही थी वही मेरे ही सुनसान अकेलापन से. ഈ ചൂടത്തും വെയിലത്തും കൊണ്ട്, നല്ല വെയിലും നല്ല ക്ഷീണവും കൊണ്ട് നിന്റെ ഈ അവസ്ഥ പോലെ തന്നെയാണ് എനിക്കും ഈ സുൻസാൻ, ആരുമില്ലാത്ത ഏകാന്തതയിൽ അനുഭവപ്പെട്ടിരുന്നത്. മുച്ചേ സംസാർ അബ് തുമേ പാക്കർ ബസാ ഹുവാ ദീപ്നെ ലഗാ. എനിക്കിപ്പോ ഈ ലോകത്ത് വീണ്ടും ജീവിക്കാനായിട്ട് ആശ കൈവന്നിരിക്കുന്നു. तब तो तुम मुझे बहुत याद करोगे पीछे. അപ്പോൾ നീ എന്നെ വീണ്ടും ഓർക്കും പിന്നീടല്ലേ ജീവിതത്തില്. യാത്രിനെ യാത്രക്കാരൻ ചോദിച്ചു. तो सहम कर पेड़ ने पूछा. സമ്മതിച്ചുകൊണ്ട് മരം ചോദിച്ചു, क्या तुम जा रहे हो कहीं और? നീ എന്താ ഇവിടുന്ന് വിട്ട് പോകാൻ പോവുകയാണോ എവിടെയെങ്കിലും? हाँ मैं तो यात्री हूँ और मेरी मंजिल अभी दूर है. അതെ അതെ, ഞാനൊരു യാത്രക്കാരനാണ്. എനിക്ക് എൻ്റെ നിരവധി ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ ലക്ഷ്യങ്ങൾ നിരവധി കിടക്കുകയാണ്, ഇനിയും തീർന്നിട്ടില്ല. ഒത്തിരി ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ട് എനിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ തന്നെ ഇരുന്നാൽ പറ്റത്തില്ല. സുൻകർ പേടിക്കാവും സൂടായി. ഇത് കേട്ടപ്പോ മരത്തിന് കണ്ണുനീര് കണ്ണിൽ നിന്ന് ഇറ്റഴിഞ്ഞു. അവർ യാത്രികോ ലിപ്തേ ഹി ഉസ്നെ കഹാ. യാത്രക്കാരൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നാ 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 മേം ബനാ തുമേ കൈസെ ജാരേ ദേ സക്താ ഹൂം. ഇല്ല ഇല്ല ഇല്ല, നീ ഇവിടെ വിട്ടു പോകത്തില്ല. എനിക്ക് എങ്ങനെ നിന്നെ വിടാൻ കഴിയും? യാത്രി ഹസ് പടാ ജോർ സെ और तब उसने कहा. യാത്രക്കാരൻ ഒച്ചത്തിൽ ചിരിച്ചു. അപ്പൊ പറഞ്ഞു, मेरे भोले भाई जो कहीं मार्ग में रुक जाए तो वह यात्री कैसा. ഇല്ലയോ സഹോദര, ഒരു വഴിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ യാത്രക്കാരനാവുക? യാത്രക്കാരൻ മരത്തോട് ചോദിക്കുകയാണ്, വഴിയിൽ നിന്ന് പോകുന്ന ആളിനെ എങ്ങനെ യാത്രിക്കുന്ന വിളിക്കുക? യാത്രക്കാരൻ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ ആളല്ലേ. ഹാ ഹോ സക്താ ഹൈ കി തും മേരെ സാത്ത് ചൽ. ഒരു കാര്യം ചെയ്യും, നീ എന്നോട് വന്നേക്കും, അതാണ് നല്ലത്. ആരാരോട് പറയുന്നു? യാത്രക്കാരൻ മരത്തോട് പറയുകയാണ്. അവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന മരത്തോട് പറയുകയാണ്, നീ ഒരു കാര്യം, നീ എന്നോട് വന്നു. ശ്രദ്ധിക്കുക, ഈ പാഠഭാഗത്തിൽ നിന്നാണ്, ഈ ഭാഗത്തിൽ നിന്നാണ് നിങ്ങൾക്ക് കോൺവെർസേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുക. എന്താണ് മരവും യാത്രക്കാരനും തമ്മിൽ സംസാരിച്ചത്? അത് ഇവിടെ നോക്കി അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. मैं तुम्हें अपने घर अपने बड़े भाई की तरह रखूंगा. ഞാൻ നിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വലിയ ചേട്ടനെ പോലെ തന്നെ വെച്ചോളാം. और तुम्हें जरा भी कष्ट ना होगा. വഹാ, ഒറ്റ കഷ്ടവും ഞാൻ തരാൻ അനുവദിക്കത്തില്ല. നിനക്ക് നല്ല എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ വീട്ടിൽ ഒരുക്കി തരാം. मैं कैसे जा सकता हूँ कहीं तुम देखता नहीं कि मैं पेड़ हूँ. ഞാൻ എങ്ങനെ ഇവിടെ വിട്ട് വരാനാണ് എൻ്റെ സഹോദര? ഞാൻ ബേസിക്കലി മരമല്ലേ. और मैं कैसे ठहर सकता हूँ कहीं. അപ്പൊ തിരിച്ച് യാത്രക്കാരൻ ചോദിക്കും, എനിക്ക് എങ്ങനെ ഒരിടത്ത് നിൽക്കാൻ കഴിയും? ഞാൻ യാത്രക്കാരനല്ലേ. തും ദേഖ്തനെങ്കിൽ മേക്ക് യാത്രയും. രണ്ടുപേരും അവരവരുടെ വിവേചന. നീ കാണുന്നില്ലേ ഞാനൊരു യാത്രക്കാരനാണെന്ന്? രണ്ടുപേരും അവരവരുടെ ബുദ്ധിമുട്ടുകൾ, പരിമിതികൾ പറയുക. पेड़ ना कोई उत्तर नहीं दिया तो यात्री ने एक पैर आगे बढ़ाया और अत्यंत कोमलता से पेड़ की ओर देखा. മരത്തിന് ഉത്തരം പറയാനില്ല ഈ ചോദ്യത്തിന് മുന്നിൽ. അപ്പൊ യാത്രക്കാരൻ ഒരു കാലം മുന്നോട്ട് വെച്ചു. എന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ദീർഘദൃഷ്ടിയോടുകൂടി മരത്തിനെ ഒന്ന് നെടുവീർപ്പോടുകൂടി നോക്കി. പേട് ക്രോധ് സേ കാംബ് രഹാ ഥാ. അപ്പൊ മരം അങ്ങ് വിറച്ച് ഉറഞ്ഞു തുള്ളി. बहुत ही कड़वे होकर उसने कहा. അവസാനം കടുപ്പിച്ച് തന്നെ പറഞ്ഞു, भूल गए तुम कृतज्ञ. നീ എത്ര നീചനാണ്, നന്ദിയില്ലാത്തവനാണ്. कि मैं तुम्हें अपनी छाया न देता तो कभी के मर गए. ഞാൻ നിനക്ക് ഈ തണല് തന്നില്ലായിരുന്നെങ്കിൽ നീ എപ്പോഴേ മരിച്ചു വീണേനെ. ഭീതർ തക് വീട്ടെ ഹോക്കർ യാത്രീനെ കഹ. അത് കേട്ടിട്ട് അകത്ത് വരെ വളരെ മാധുര്യത്തോടുകൂടി സ്മരണയോടുകൂടി തന്നെ പറഞ്ഞു യാത്രക്കാരൻ, मैं उस कृपा को कैसे भूल सकता हूं भाई. അല്ലയോ സഹോദര, എനിക്ക് നിന്റെ ഈ ചെയ്തികളെ എങ്ങനെ മറക്കാൻ കഴിയും? നന്ദിയില്ലായ്മ എനിക്ക് എങ്ങനെ കാണിക്കാൻ കഴിയും?
വിശ്വാസ് രഖോ, എന്നെ വിശ്വസിക്കൂ. മേ ജഹാം ഭി രഹൂംഗ തുമാറ യസ് ഗാഊംഗ, ഞാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നിന്റെ കീർത്തി ഞാൻ പാടും. കहीं दूर से आशा की एक किरण सी पाकर पेड़ ने कहा, വളരെ ദൂരത്തു നിന്ന് ആശയുടെ ഒരു കിരണം ലഭിച്ചിട്ട് മരം പറഞ്ഞു, മുझे യശ്കി നഹി തുമാരി ജറൂരത്ത്, എനിക്ക് ഒരു കീർത്തി പേര് പ്രശസ്തി ഒന്നും വേണ്ട, എനിക്ക് നിന്നെയാണ് ആവശ്യം. ഗാലിയാമി ചായ ദേത്തർ, എന്നെ എത്ര ചീത്ത കളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. पर मेरे पास रहो, പക്ഷെ എന്റെ അടുക്കൽ ഇരിക്കണം. യാത്രിനെ കഹ, യാത്രക്കാരൻ പറഞ്ഞു, തും പേड़ हो और न चलना तुम्हारी विवशता, നീ മരമാണ്, നടക്കാൻ പറ്റാത്തതാണ്, ഒരിടത്ത് തന്നെ നിൽക്കുന്നതാണ് നിന്റെ വിവശത. മേ യാത്രിഹും और न रुकना मेरी വിവശത, എന്റെ വിവശത എന്താ, എന്റെ പരിമിതി എന്താ? ഞാനൊരു യാത്രക്കാരനാണ്, ഒരിടത്ത് നിൽക്കാൻ പറ്റാത്തതാണ് എന്റെ പരിമിതി, നടക്കാൻ പറ്റാത്തതാണ് നിന്റെ പരിമിതി. और യാത്രി ചൽപ്പട, ഇത്രയും പറഞ്ഞ് യാത്രക്കാരൻ മുന്നോട്ട് നീങ്ങി. ചൽത്താഹി ഗയ, നടന്നുകൊണ്ടേ പോയി. പേട് ഖടാ സോച്താ രഹ, മരം അവിടെ തന്നെ നിന്ന് ആലോചിക്കുകയാണ്. मैंने उसे नाश से बचाया, क्या यही मुझे उसका बदला मिला, ഞാൻ അവരെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു, അതിന് പകരമായിട്ടാണോ എനിക്കിത് കിട്ടിയത്? കൈസി റൂഖി ഹേ ദുനിയ, എന്തൊരു നീതിയാണ്, എന്തൊരു അനീതിയാണ് ഈ ലോകത്ത്. യാത്രി ചലത്തെ ചലത്തെ സോച്താ രഹ, യാത്രക്കാരൻ നടന്ന് നടന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. मैं पद के आश्रयों को यूं पकड़कर बैठा रहता तो यहाँ तक कैसे आता भला. കറക്റ്റ്, ഞാൻ ഇങ്ങനെ എൻ്റെ യാത്രയിലെ ആശ്രയങ്ങളെല്ലാം ഇങ്ങനെ പിടിച്ച് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും ദൂരം ഞാൻ എങ്ങനെ ഇവിടം വരെ എത്തും? പേട് അപ്നി ജഗ ഖടാഹി രഹ, മരം തൻ്റെ സ്ഥലത്ത് നിന്നുകൊണ്ടേയിരുന്നു. യാത്രി അപ്നി രാഹ് ചൽത്താ ഗയ, യാത്രക്കാരൻ തൻ്റെ വഴി ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. പാഠം ഇവിടെ തീരുക. ആശയം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ 1-2 പ്രാവശ്യം വായിക്കണം, അല്ലെങ്കിൽ വീണ്ടും ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. പരീക്ഷയ്ക്കുള്ളതാണ്. ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻ മെയിനായിട്ട് ഡയറിയും വാർത്താലാവും, പഠിച്ചോ. ഇനി ഈ കഥയുടെ സാരാംശം കൂടെ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഒരു ദിവസം, ഇത് പേജ് നമ്പർ 31 കഹാനി കാ സാരാംശിന്റെ മലയാള പരിഭാഷയാണ്. ഒരു ദിവസം ഒരു യാത്രക്കാരൻ എത്രയോ ദൂരത്ത് നിന്നും ക്ഷീണിച്ച് അവശനായി വരികയാണ്. വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു കിണറോ ഒരു തണലോ അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹത്തിന് മുന്നോട്ട് നടന്നു വീഴുമ്പോൾ ഇപ്പൊ വീഴും എന്നുള്ള തോന്നൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പേടിയുണ്ടായി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വടവൃക്ഷം കാണപ്പെട്ടു. വടവൃക്ഷത്തിന്റെ താഴെ നല്ല തണലിൽ അദ്ദേഹം നിൽക്കുകയും അതിനടുത്ത് തന്നെ ഒഴുകിക്കൊണ്ടിരുന്ന നദിയിൽ നിന്നും, അല്ലെങ്കിൽ ശീതളമായ ഒരു ജലസ്രോതസ് കണ്ടുപിടിച്ചു. അവിടെ ആ സ്രോതസ്സിൽ നിന്ന് അദ്ദേഹം വെള്ളം കുടിച്ചു. ക്ഷീണം അകറ്റിയതിന് ശേഷം അവിടെ നിന്ന് പോകാൻ ഒരുപ്പെട്ടു. യാത്രക്കാരൻ അവിടെ നിന്ന് പോകുന്നത് മരത്തിന് ഇഷ്ടപ്പെട്ടില്ല. യാത്രക്കാരൻ അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ വന്നേക്കൂ. മരത്തിനെ തൻ്റെ കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചു. പക്ഷെ ആ മരത്തിന് തൻ്റെ കൂടെ വരാൻ പറ്റത്തില്ലല്ലോ. അവസാനം മരമല്ലേ അത്. യാത്രക്കാരൻ പോകാൻ തുടങ്ങിയപ്പോൾ മരം ഈ യാത്രക്കാരൻ കാണിച്ച നന്ദികേടിൽ വളരെ ദേഷ്യപ്പെട്ടു. യാത്രക്കാരൻ മരത്തിൻ്റെ കീർത്തി നാലുപാടും പറയാം, പ്രശസ്തി പരത്താമെന്നൊക്കെ പറയുന്നു. പക്ഷേ മരത്തിന് യാത്രക്കാരൻ്റെ ആ ഡിമാൻഡ് ഇഷ്ടപ്പെട്ടില്ല. മരത്തിന് യാത്രക്കാരൻ തന്നെ തൻ്റെ കൂടെ നിൽക്കണം, ഇതുപോലെ നിൽക്കണമെന്നായിരുന്നു ആഗ്രഹം. അവസാനം നിൽക്കാൻ പറ്റാത്ത പരിമിതികളുള്ളത് കൊണ്ട് യാത്രക്കാരൻ അവിടെ വിട്ടുപോയി. പക്ഷേ മരം ലോകത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് ആലോചിച്ച് എന്തൊരു ശൂന്യതയാണ്, എന്തൊരു അനീതിയാണ്, ഇത്രയേ ഉള്ളൂ സ്നേഹം, ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ള സത്യം, ശാശ്വതമായ സത്യം അവതരിപ്പിച്ചുകൊണ്ട് ഈ കഥ അവസാനിക്കും. പരീക്ഷയ്ക്ക് സാരാംശം ചോദിക്കാം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫോക്കസ് ഏരിയയിൽ വളരെ ലിമിറ്റഡ് പോർഷൻസേ ഉള്ളൂ ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ ഈ പാഠത്തിൽ നിന്ന് തന്നെ നിരവധി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ തീർച്ചയായും A+ നിങ്ങളെ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോകാം. പേജ് നമ്പർ 30. യാത്രി ധൂപ്പ് മേ കൈസെ ആ രഹാ താ. ഇതിന്റെ ആൻസർ 32 എന്താണ് ആൻസർ? गर्मी में झुलसा प्यास से अधमरा और लंबी यात्रा से थका मांदा यात्री चला रहा था. പാഠത്തിലുള്ള ആൻസേഴ്സ് ആണ്, വേറെ പുതിയ ആൻസേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, ऊपर की ओर मुंह उठाने पर यात्री को क्या दिखाई दिया? एक वटवृक्ष दिखाई दिया. മാത്രമാണ് ऊपर की ओर. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ ഉണ്ട്. ऊपर की ओर मुड़कर मुंह उठाने पर यात्री को एक हरा भरा विशाल वटवृक्ष दिखाई दिया.
അല്ലെങ്കിൽ വടവൃക്ഷം എഴുതിയാൽ മാർക്ക് കിട്ടും. 3 വടവൃക്ഷക്ക് നീചെ ക്യാ ക്യാ ഥി, വടവൃക്ഷത്തിന് താഴെ എന്നുള്ള വടവൃക്ഷക്ക് നീചെ ഘനി ഛായ ഥി, ശീതൾ ജൽ കാ സ്രോത് ഭി ഥ, വെള്ളവും ഉണ്ടായിരുന്നു തണലും ഉണ്ടായിരുന്നു. 4 യാത്രിക്ക് പ്രാണോമേ പ്രാൺ കബായ പാനി പീനെ പർ, യാത്രക്കാരന്റെ ക്ഷീണം മാറ്റി എപ്പോഴാണ് എന്തുണ്ടായത്? ജീവന് ജീവൻ വെച്ച് വെള്ളം കുടിച്ചു. 5 യാത്രി ഉठക്കർ ചലനേക്കോ ഖടാ ഹുവാ കബ്, ക്ഷീണം മാറിയപ്പോ. 5ന്റെ ആൻസർ ജബ് സൂര്യ ढलाव पर आया और धूप हल्की पड़ी यात्री उठकर चलने को खड़ा हुआ, സൂര്യ അസ്തമനം തുടങ്ങിയപ്പോ വെയിലാറിയപ്പോ യാത്രക്കാരൻ എണീറ്റ് പോകാൻ തുടങ്ങി. 6 പേടിക്ക് വിവശത ക്യാ ഹൈ, മരത്തിന്റെ വിവശത എന്താണ്? ചലന പേടിക്ക് വിവശത ഹൈ, എങ്കിൽ യാത്രിക്ക് വിവശത ക്യാ ഹൈ, യാത്രക്കാരന്റെ വിവശത അല്ലെങ്കിൽ പരിമിതി എന്താ? ന രുക്ന യാത്രിക്ക് വിവശത ഹൈ. മനസ്സിലായല്ലോ? ഇതൊക്കെ വൺ വേർഡ് ആൻസേഴ്സ് ആണ്, വൺ സെന്റൻസ് ആൻസേഴ്സ് ആണ്. അടുത്തത് വിശ്ലേഷണാത്മക പ്രശ്നം എന്ന് പറയുന്നത് 2 വാക്ക് 3 വാക്കിനും വാക്കല്ല 2 വാക്യങ്ങൾ 3 വാക്യങ്ങളിൽ എഴുതേണ്ട ചോദ്യത്തിലാണ്. നോക്കാം. യാത്രിക്ക് ആശങ്കായെ ക്യാ ക്യാ ഥി, യാത്രക്കാരന്റെ ആശങ്കകൾ എന്തെല്ലാമായിരുന്നു? യാത്രിക്ക് ആശങ്കായെ थी कि वह अब घड़ी 2 घड़ी में ही गिर जाएगा और आकाश से मंडराते चील गिद्दू से जीते जी നോച്ച് ഖായെങ്കിൽ. എന്താണ് യാത്രക്കാരന്റെ ആശങ്ക? ഇപ്പൊ തന്നെ വീഴുമെന്നും ക്ഷീണിച്ച് അവശനായിട്ട് വീഴുമെന്നും ആകാശത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന പക്ഷികൾ, പ്രത്യേകിച്ച് പരുന്തുകൾ, കഴുകന്മാർ തന്നെ കുത്തി തിന്നുമെന്നും ആണ് അദ്ദേഹം പേടിച്ചത്. 2 യാത്രിക്ക് പൈരോമിനെ ബൽ പകട കൈസെ, എപ്പോഴാണ് യാത്രക്കാരന്റെ കാലുകൾക്ക് ശക്തി വന്നത്? വെള്ളം കുടിച്ചപ്പോൾ. അത് കുറച്ചുകൂടെ നീറ്റിയിട്ട് എങ്ങനെ എഴുതും? पानी पीकर प्राणों में प्राण आए और पैर पसार कर उसने एक छपकी ली और यात्री के पैरों में बल पड़ा. पेड़ के आंसू क्यों उमड़ाए? जब यात्री ने कहा कि मैं तो यात्री हूं और मेरी मंजिल अभी दूर है, तब पेड़ के आंसू उमड़ाए. എപ്പോഴാണ് മരത്തിന്റെ കണ്ണുനീര് കുറഞ്ഞത്? യാത്രക്കാരൻ പറഞ്ഞു, എന്ത്, ഞാനൊരു യാത്രക്കാരനാണ്, എനിക്ക് ഒത്തിരി ലക്ഷ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, നിന്നാ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത്, മരത്തിന്റെ കണ്ണിലെ കണ്ണുനീര്. ഇത്രയുള്ള വിശ്ലേഷണം. ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. 31-ലും 32-ലും ടെക്സ്റ്റ് ബുക്കിലെ 31-ാമത്തെ പേജിലും 32-ാമത്തെ, അതിലെ ആൻസേഴ്സ് ഇവിടെ തന്നിട്ടില്ല, നിങ്ങൾ തന്നെ എഴുതാൻ ശ്രമിക്കുക. 31-ലെ ചോദ്യം ഇതാണ്. धूप में दूर से आए यात्री विशाल वटवृक्ष की छाया में पहुंचा. इस प्रसंग में दोनों के बीच संभावित वार्तालाप दिखे. നല്ല വെയിലത്ത് വളരെ ദൂരെ നിന്ന് നടന്നു വരികയായിരുന്ന ഒരു യാത്രക്കാരന് തണല് അല്ലെങ്കിൽ അഭയം നൽകിയ മരവുമായിട്ടുള്ള സംഭാഷണം. ടെക്സ്റ്റ് ബുക്കിൽ തന്ന അതേ സെൻറ്റൻസ് 3-4 സീക്വൻസ് ആയിട്ട് എഴുതിയാൽ മതിയാവും. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? थके यात्री को निमंत्रण, यात्री का विवरण, पेड़ का सहारा लेना. ക്ഷീണിച്ച് അവശനായിട്ട് വരുന്ന യാത്രക്കാരനെ ക്ഷണിക്കുക, മരം ക്ഷണിക്കുന്നു. യാത്രക്കാരൻ തന്റെ കഷ്ടതകൾ വിവരിക്കുന്നു. പിന്നെയോ മരത്തിന്റെ ആശ്രയം സ്വീകരിക്കുന്നു. നല്ലൊരു തുടക്കം വേണം. ഇതിന് പറ്റിയ പ്രസംഗത്തിന് അനുകൂലമായ സംഭാഷണം വേണം. പ്രശ്നോത്തര ശൈലി, ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈല് വേണം. സഹി സമാപ്തി, ശരിയായ സമാപ്തി വേണം. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് 8 മാർക്കും തരാം. കളയരുതേ, വാർത്താലാപം കളയാൻ പാടില്ല. അറിയാവുന്ന വായിക്കണം, 2-3 പ്രാവശ്യം ടെക്സ്റ്റ് വായിച്ചാലേ കാര്യം പറ്റത്തുള്ളൂ. രണ്ടാമത്തെ ऐसे टाइप क्वेश्चन डायरी. थकान दूर होने पर यात्री पेड़ के नीचे से चला जाता है. ക്ഷീണം മാറിയപ്പോ യാത്രക്കാരൻ മരത്തിന്റെ താഴെ നിന്ന് പോകും. വീട്ടിൽ ചെന്നിട്ട് വഹ अपनी डायरी लिखता है. ആ ഡയറി വീട്ടിൽ ചെന്നിട്ട് ആ ദിവസത്തെ അനുഭവം ഡയറി ആയിട്ട് എഴുതുക. നിങ്ങളാണ് എങ്ങനെ സംഭവിക്കുന്നത് വിചാരിക്കാം. ആ ദിവസത്തെ അനുഭവം നിങ്ങൾ ഡയറി ആയിട്ട് എങ്ങനെ എഴുതും? അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? थकामांदा യാത്രിക്കാൻ, ക്ഷീണിച്ച് അവശനായിട്ട് വരുന്ന യാത്രക്കാരനെ വേണം. വിശാല വടവൃക്ഷത്തിക്കായി നേന, വിശാലമായ വടവൃക്ഷം കാണണം. पेड़ के नीचे आराम करना. पेड़ के नीचे आराम करना എന്ന് പറഞ്ഞാൽ മരത്തിന്റെ താഴെ വിശ്രമിക്കണം. दोनों के बीच बातें होना, രണ്ടുപേരും തമ്മിൽ സംഭാഷണം വേണം. थकान दूर होने पर यात्री का चला जाना, ക്ഷീണം മാറിയപ്പോൾ യാത്രക്കാരൻ എണീറ്റ് പോകുന്ന പോലത്തെ സംഭാഷണം വേണം. അപ്പൊ ഡയറി ആവുമ്പോൾ ഡേറ്റ് വേണം, ഡേ വേണം. രവിവാർ, പിന്നെ സോമവാർ, മംഗൾവാർ, ബുധവാർ, ശുക്രവാർ, ശനിവാർ, ഇത്രയും ഏതെങ്കിലും വരണം അല്ലെ. ഗുരുവാറുണ്ട്. അപ്പൊ ഇത് അറിയാമല്ലോ എന്തൊക്കെ ഞാൻ ഈ വാറെന്ന് പറഞ്ഞെന്താന്ന് മനസ്സിലായോ? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, അല്ലെങ്കിൽ വെള്ളി വരെ 7 ദിവസത്തെ.
അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കുക, നിങ്ങൾ ഏതെങ്കിലും ഡേറ്റ് ഇടുക. ഇന്നത്തെ ഡേറ്റ് തന്നെ ഇടണമെന്നൊന്നുമില്ല, മനസ്സിലായി? അതൊന്നും കാര്യം, പക്ഷേ ഒരു മാർക്കാണ്. അപ്പോൾ ജീവിതത്തിൽ ഡയറി എഴുതി ശീലിക്കുക. ഇതൊന്നല്ല, നിങ്ങളുടെ ജീവിതത്തിലും അത് നിത്യ ജീവിതത്തിൽ അത് വേണം, ഡയറി കുറിപ്പുകൾ വേണം എന്നും ഓർക്കേണ്ടതാണ്. പിന്നീട് നോക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു രസം അറിയും. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് കഴിഞ്ഞു. കഥയുടെ ആശയം നന്നായിട്ട് മനസ്സിലാക്കുക, കഥ നന്നായിട്ട് വിശ്ലേഷണം ചെയ്യുക, കഥയുടെ വിവിധ പ്രസംഗങ്ങളിൽ വന്നിട്ട് അതിനെ വിധാന്തരം കരണേക്ക് ക്ഷമത പ്രാപ്തകരണം എന്ന് പറഞ്ഞാൽ വേറെ രൂപമാറ്റം, ഡയറി ആയിട്ടോ അല്ലെങ്കിൽ വാർത്താലാപമായിട്ടോ അല്ലെങ്കിൽ ഒരു പത്ര. वो अपने दोस्त के नाम पर एक पत्र के रूप में आप लिखते हैं तो वह कैसे लिखेंगे? ആ കത്ത് എങ്ങനെ എഴുതും എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഭാവനയിൽ എഴുതി പഠിക്കുക. പരീക്ഷ എടുത്തു കഴിഞ്ഞു, പരീക്ഷ കൃത്യമായിട്ട് വളരെ നന്നായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഒന്ന് രണ്ട് പ്രാവശ്യം ഈ വീഡിയോ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വരുന്ന നോട്ട്സ് അല്ലെങ്കിൽ ഈ വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കും. ഇപ്പോഴത്തേക്ക് ധന്യവാദം.